ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 10th പ്രിലിംസിന്റെ തേർഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാം. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിന്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ദാമിൻകോ. ഓപ്ഷൻ ഡി ദാമിൻകോ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല കണ്ണൂർ. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി EP രാജഗോപാലൻ. അയ്യാവഴി എന്നറിയപ്പെടുന്നത് വിശ്വാസ സമുദായത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ബടാനന്ദൻ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി ഡൗസൺ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദേശീയ അച്ചടിശാല ട്രാവൻകൂർ പ്രസ്. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം ധോളവീര. CE 1-ാം നൂറ്റാണ്ട് നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക് യൗദേയർ. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. താഴെ തന്നിരിക്കുന്നതിൽ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? അതിന്റെ ആൻസർ എന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരിയാണ്. ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതാ ശൃംഖല സുവർണ ചതുഷ്കോണം. കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി. ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത് രാജസ്ഥാൻ ബാഗർ. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? അഫ്ഗാനിസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതുവാണ് മൈക്ക. ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ബങ്കർ. ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുംഗേർ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല ഉത്തരാഖണ്ഡ് ഹിമാലയം. താഴെ തന്നിരിക്കുന്നതിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ അസഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗദ്ദർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? 1913. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം മണിപ്പൂർ. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ബെൽഹാം സമ്മേളനം. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? സുരൺ സിംഗ് കമ്മിറ്റി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന ഏത് പ്രസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? രാജസ്ഥാൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ജനുവരി 24, 1950. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്ന തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? കോവാറന്റോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 86ാം ഭേദഗതി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ? ആൻസർ എന്തോ ഓപ്ഷൻ സി 1ഉം 3ഉം. താഴെ കൊടുത്തിട്ടുള്ള കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. ആൻസർ എന്തോ ഓപ്ഷൻ ബി. താഴെ കൊടുത്തിട്ടുള്ള ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂര്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല.
അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. നെഹ്റു ട്രോഫി വള്ളങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 3 മാത്രം ശരി. ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിന്റെ കായൽ ഏത്? ശാസ്താംകോട്ട തടാകം. 1972 ഇന്ത്യ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്ട് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പിലാക്കിയത്? നീണ്ടകര. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിന്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ട ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. പൊയ്കൈ ശ്രീ കുമാരഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷാ ദേവസഭ. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. താഴെ തന്നിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1ഉം 3ഉം 4ഉം ശരി. കേരളത്തിലെ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന സമത്വ സമാജം. 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം അസർബൈജാൻ. ഓപ്ഷൻ ഡി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ് AK ഗോപാലൻ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1ഉം 2ഉം 3ഉം ശരി. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന ബാലസമുദായ പരിഷ്കരണ സഭ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? ജീവകം E. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1. ഓപ്ഷൻ ബി. ഷിക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ഡിഫ്തീരിയ. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? വെണ്ട. അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. റേച്ചൽ കാർസൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം DDT. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത്? വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. DNA യിൽ ഉള്ളതും RNA യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? തൈമിൻ. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ഒരാറ്റത്തിന്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്ര? 18. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകമേത്? ഓപ്ഷൻ ഡി. വസ്തുവിന്റെ നിറം. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിഫലന കോണും തുല്യമാകുന്നത് എപ്പോൾ? ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ തുല്യമാകുന്നു. ഒരു കലോറി എത്ര ജൂൾ ആണ്? 4.2 ജൂൾ. പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഏത്? ഊർജം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? കോബാൾട്ട് 60. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിന്റെ യൂണിറ്റ് എഴുതിയ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ എ. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പ്ലസ് S³. ധാതുക്കളുടെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. മാത്സിന്റെ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻസർ വെറുതെ ടിക്ക് ചെയ്ത് പോവാം. 81ന്റെ ആൻസർ ബി ആണ്. 82ന്റെ ആൻസർ സി ആണ്. 83ന്റെ ആൻസർ വരുന്നത് ഡി ആണ്. 84 സി, 85 ഡി, 86 എ, 87 സി, 88 ഡി,
89 ഡി, 90 ബി, 91ൻ്റെ ആൻസർ വരുന്നത് ഡി, 92 ബി, 93 എ, 94 സി, 95 ഡി, 96 സി, 97 സി, 98 സി, 99 ബി, 100 സി. താങ്ക് യു.